സർക്കാരിന്റെ ജീവനക്കാരോടുള്ള നിഷേധാത്മക നിലപാടുകളിൽ പ്രതിഷേധിച്ച് കേരള NGO അസോസിയേഷൻ തിരൂരങ്ങാടി സബ് ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. NGOയെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KK സുധീഷ് സമരം ഉദ്ഘാടനം ചെയ്തു. ആശ്രിത നിയമന പദ്ധതി അട്ടിമറിക്കുകയും ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡ് തസ്തികകൾ നിർത്തലാക്കി കരാർ നിയമനങ്ങൾ നടപ്പാക്കുകയും ലീവ് സറണ്ടർ ആനുകൂല്യം മരവിപ്പിക്കുകയും ഭവന വായ്പ നിർത്തലാക്കുകയും ചെയ്ത നടപടികൾക്ക് എതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. NGOയെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിരന്തരം കവർന്നെടുക്കുന്ന ഉത്തരവുകളാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലീവ് സറണ്ടറിന് അപേക്ഷ കൊടുക്കാം. ലോക്കിൻ പീരീഡ് കഴിഞ്ഞ് 2029 ക്യാഷ് ക്രെഡിറ്റ് ചെയ്യും. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ലോക്കിൻ പീരീഡ് എന്നൊരു വാക്ക് 20-25 വർഷം സർവീസ് ചരിത്രമുള്ള അനുഭവമുള്ള ജീവനക്കാരൻ്റെ മുമ്പിലുണ്ട്. നമ്മൾ ആദ്യമായി കേൾക്കുന്നു ലോക്കിൻ പീരീഡ്. 2021, 2022, 2023, 2024, 2025 തുടർച്ചയായ വർഷങ്ങളിൽ ലീവ് സറണ്ടർ ആനുകൂല്യങ്ങൾ നിഷേധിച്ചു. ഒരു മാസം വെച്ച് കണക്കൂട്ടി കഴിഞ്ഞാൽ 2026 ഉൾപ്പെടെ 6 മാസത്തെ ഫുൾ ശമ്പളം ക്രെഡിറ്റ് ചെയ്യപ്പെടേണ്ട ജീവനക്കാരൻ്റെ ക്രെഡിറ്റിലേക്ക് ഒരു നയ പൈസ പോലും ലഭിക്കാൻ കഴിയാത്ത വിധത്തിൽ സർക്കാർ ലീവ് സറണ്ടർ നിഷേധിച്ചു, മരവിപ്പിച്ചു. തിരൂരങ്ങാടി ബ്രാഞ്ച് പ്രസിഡന്റ് P. നിജിൽ അധ്യക്ഷനായി. NGO കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ T. രഞ്ജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ ഭാരവാഹികളും നേതാക്കളുമായ AV ഷർഫ് അലി, P. പ്രജിത, അഫ്ബാബ് ഖാൻ, ജഗജീവൻ, മധു പാണാട്ട്, അബ്ദുൽ കലാം, സ്വപ്ന, റുബീന, ജയ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെമ്മാട്. ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.